നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഇത്. നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അന്നത്തെ ദിവസം തന്നെ ചെയ്ത് അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നല്ല ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യാനും ഈ പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെരാറ്റിൻ പാക്കുകളാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു കെരാറ്റിൻ പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടും, മുടിയുടെ ടെക്സ്ചറൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിറ്റേ ദിവസമൊക്കെയല്ലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണം, പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ഉണ്ടോ, അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ്. ഒറ്റ യൂസിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഹെയറിൽ അറിയാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മോയ്സ്ചറൈസിങ് പാക്കില്ലേ, അത് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് പോകാൻ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ നെറ്റി ഒന്നാമത് കയറിയ നെറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ റിസൾട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഓയിലി ആയിട്ട് ഒട്ടിയിരിക്കുന്ന മുടിയിൽ വരുന്ന ഒരു ഡിഫറൻസ് പറ്റുമെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഹെയർ പാക്ക് എത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള 2 പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാനുണ്ട്. മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു മേക്കപ്പ് റിമൂവറും ആണ്. അപ്പോൾ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് റിമൂവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റിമൂവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കിൽ നമുക്ക് 9 ഷെയ്ഡാണ് കേട്ടോ അയച്ചു തന്നിട്ടുള്ളത്. എല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് മാമാർത്തിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് കൂടുതലും ഇങ്ങനെ മാറ്റ് ഫിനിഷ് വരുന്ന ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ജോജോബ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ആണ്. ഈ ജോജോബ ഓയിൽ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പ് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ എല്ലാവർക്കും അറിയാം, നമ്മുടെ ലിപ്പിന് നല്ല രീതിയിൽ മോയ്സ്ചർ തരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 12 hours നമുക്കിത് ലോങ് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്, അത്യാവശ്യം നന്നായിട്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, വാട്ടർ പ്രൂഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ 9 ഷെയ്ഡുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ഷെയ്ഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന 01 മോച്ച ബ്രൗൺ ആണ് കേട്ടോ. ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്ലാഷി ആയിട്ടും തോന്നുന്നില്ല. അടുത്ത ഷെയ്ഡ് വരുന്ന 02 മൾബറി പിങ്ക് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്, ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണ്, എങ്കിലും എനിക്ക് കൂട്ടത്തിൽ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഇത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന 03 ഗ്രേപ്പ് വൈൻ ആണ് കേട്ടോ. നമുക്കൊരു നല്ലൊരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫ്ലാഷി കളറായിട്ട് തോന്നൂല കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതും. നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്ന 04 ബെറി ന്യൂഡ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഇങ്ങനെ ന്യൂഡ് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. കാരണം നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുത്ത് അറിയില്ല, നമ്മുടെ ആ ഒരു ലിപ്പിന്റെ ഷെയ്ഡില്ലേ അതേ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണിത്. അടുത്ത 05 വുഡി റോസ് ആണ് കേട്ടോ. ഇതൊരു റെഡ് ടോൺ വരുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ കൂടുതലും റെഡ് ടോൺ എനിക്ക് അത്ര ഇതില്ല, എങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഷെയ്ഡാണ്. പിന്നെ അടുത്ത 06 പെറ്റൽ പിങ്ക് ആണ്. ഒരു പിങ്ക് കളർ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവും. പിന്നെ അടുത്തത് വരുന്ന 07 റൂബി റെഡ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ മാറ്റ് ആയതുകൊണ്ട് അത്ര ഒരു ഫ്ലാഷ് ആയിട്ട് നമുക്ക് തോന്നൂല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു റെഡ് കളറൊക്കെ യൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക. അടുത്ത 08 റെഡ് ഡാലിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഷെയ്ഡുമായിട്ട് അത്യാവശ്യം നല്ലൊരു സാമ്യമുണ്ട്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡാണ് 09 ഹണി ബ്ലഷ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണിത്.
അപ്പോൾ മാമാഅർത്തിന്റെ ലിപ്സ്റ്റിക് ഞാനിപ്പോൾ 9 ഷെയ്ഡുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് വാട്ടർ പ്രൂഫ് ആണ്. നമുക്കും അത് തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ 9 ഷെയ്ഡും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്ന എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഷെയ്ഡുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഷെയ്ഡ് ഞാൻ എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 03 ഗ്രേപ്പ് വൈൻ ആണ്. അപ്പോൾ ആ ഒരു നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു ഡാർക്ക് റെഡ് കളറിലേക്കാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമുക്കതൊരു ഹെവി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ലൈറ്റ് ആയിട്ട് മാത്രമേ നമുക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ലിപ്പിന് നല്ലൊരു കവറേജും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമാഅർത്തിന്റെ ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തുള്ള നമുക്കൊരു പ്രൊഡക്റ്റ് മാമാഅർത്തിന്റെ മിസെല്ലാർ ജെന്റിൽ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് റിമൂവറിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് മിസെല്ലാർ വാട്ടർ ആൻഡ് അലോവേറ ആണ്. വേറെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് പാക്കറ്റിന്റെ സൈഡിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവോ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഐസിലും ലിപ്സിലും ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അവരിവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ഐസ് ആൻഡ് ലിപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈപ്സ് pH ബാലൻസ്ഡ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പിന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഇല്ലേ അത് റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പാക്കിംഗ് പറയുകയാണെങ്കിൽ ഒരു ലിഡ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ അടച്ച് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആവും. നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പാക്കറ്റിൽ 30 വൈപ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു വൈപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒറ്റ തവണത്തെ മേക്കപ്പ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഐസിനും പിന്നെ നമ്മുടെ ലിപ്പിനും വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലിപ്പിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒറ്റ യൂസിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഐ ഷാഡോ ആയിക്കോട്ടെ ഐറ്റിൻ്റെ ആയിക്കോട്ടെ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് റിമൂവറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ മാമാഅർത്തിന്റെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് റിമൂവറും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ടും കാണിച്ചു തരാറുള്ളത്. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അത് മാത്രമല്ല കൂടുതലും നാച്ചുറൽ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമാഅർത്തിന്റെ വെബ്സൈറ്റിൽ മാമാഅർത്തിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാമാഅർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളൊരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അജി 2024 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്. പിന്നെ മാമാഅർത്ത് ലോഞ്ച് ചെയ്തിട്ട് അവരുടെ ആപ്പിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ ഇത് കൂടാതെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ. നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അലോവേറയാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിക്കുന്ന അലോവേറയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രഷ് അലോവേറ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ അളവിൽ അലോവേറ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 4 സ്പൂൺ അലോവേറ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ തേക്കുന്ന കരിഞ്ജീരക എണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം, ആൽമണ്ട് ഓയിൽ, അങ്ങനെ ഏതാണോ ഓയിൽ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുന്നത് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൂടിയ അളവിലാവരുത്, ഒരു 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അലോവേറയും ഓയിലും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്രീമി ഫോമിൽ ഇത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ക്രീമി ഫോമിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് കഴിഞ്ഞിട്ടില്ല. പാക്കിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ട മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 2 മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാക്ക് നോക്കുക, നിങ്ങൾക്ക് പാക്ക് കുറവാണെങ്കിൽ 2 മുട്ട ചേർക്കുക, അല്ലെങ്കിൽ 1 മുട്ട മതിയാവും കേട്ടോ. അപ്പോൾ മുട്ട നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. മുട്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മുട്ട ചേർക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു നമ്മൾ ഒറ്റ യൂസിലുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് കിട്ടുന്നത് മുട്ട ചേർക്കുന്നതുകൊണ്ടാണ്. മുട്ട ഉപയോഗിക്കാൻ പറ്റുന്നവർ നിർബന്ധമായിട്ട് മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീമും മുട്ടയും തമ്മിൽ നന്നായിട്ട് യോജിക്കുന്ന ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്. നമുക്ക് വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല, അരയ്ക്കേണ്ടതോ അരിക്കേണ്ടതായിട്ടുള്ള ഒരു പണികളും ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം. ആദ്യം നമ്മൾ അലോവേര ഉപയോഗിച്ചിട്ട് ആ ഒരു ക്രീം തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ എഗ് വൈറ്റ് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കെരാറ്റിൻ പാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത്യാവശ്യം ഓയിലിയാണ് എൻ്റെ മുടി. ഓയിലി ആയതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ ഒട്ടി ഉള്ളില്ലാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് പാക്കില്ലേ, നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനുള്ള പാക്ക്, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഓയിലി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ മുടി പൊട്ടിപ്പോവില്ല, സ്പ്ലിറ്റൻസ് വരില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകണം എന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്ചറിൽ പുറത്തേക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒട്ടും മുടി ഇല്ലാത്തതുപോലെ, മുടി ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്തൊരു രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ നെറ്റി ഒന്നാമത് അത്യാവശ്യം നന്നായിട്ട് കയറിയ നെറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന സമയത്ത് നെറ്റി ഒന്നും കൂടി തള്ളിയതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് മേക്കപ്പിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ഹെയറിൻ്റെ കാര്യമാണ് കേട്ടോ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ നമുക്കിനി പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓയിൽ ഓൾറെഡി നമ്മുടെ ഇതിൽ പാക്കിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മുടി ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഡ്രൈ ഹെയർകാരാണ്, നിങ്ങളുടെ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നവരാണെങ്കിൽ കുറച്ച് ഓയിലും മുടിയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ തേക്കാൻ നിൽക്കരുത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് മുടി ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് ഹെയർ സെറമൊക്കെ എടുത്ത് തേച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇന്നൊരു ക്രീമി ഫോമിലായതുകൊണ്ട് നമുക്ക് തേക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ചിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പാക്ക് തയ്യാറാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പിന്നെ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പാക്ക് തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേറയാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് തയ്യാറാക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അലോവേറ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പാക്ക് തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എഗ് വൈറ്റും ഓയിലും മാത്രമായിട്ടും നിങ്ങൾക്ക് ഈ പാക്ക് തയ്യാറാക്കാം. പിന്നെ അലോവേറ നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ മുടിക്ക് ആ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേറ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ കെരാറ്റിൻ്റെ പാക്ക് ചെയ്ത സമയത്ത് അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടോ. എനിക്ക് സന്തോഷമായി. എനിക്ക് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കുറേ പേരല്ല 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇന്നായിരുന്നു ഫംഗ്ഷൻ, അപ്പോൾ ഇന്നലെ ഈ വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ വെള്ളത്തിലിടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പാക്ക് പറഞ്ഞു തരുമോ, പെട്ടെന്ന് മുടി ബൗൺസ് ചെയ്യാൻ ഉള്ളുള്ളതായിട്ട് തോന്നിക്കാൻ ഒരു പാക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു ഇങ്ങനെ എഗ് വൈറ്റ് ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എഗ് വൈറ്റ് ഒക്കെ തേച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ മണം വരില്ലേ, അങ്ങനത്തെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. എഗ് വൈറ്റ് തേച്ചാൽ അങ്ങനെ മണം ഉണ്ടാവില്ല കേട്ടോ. എഗ് വൈറ്റ് നന്നായിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ടായാലും നന്നായിട്ട് ഇളക്കി എടുക്കുക. സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്മെല്ല് ഉണ്ടാവും. നമുക്ക് ആ രീതിയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പം മഞ്ഞ ചേർക്കാതെ വെള്ളം മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അപ്പം സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ചിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ കമൻറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇന്നലെയാന്ന് തോന്നുന്നു നമ്മളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ ചെമ്പൻ കളറിൽ പാറി പറന്നല്ലേ കിടക്കുക. പക്ഷേ നമ്മുടെ കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ മുടി നല്ല ബ്ലാക്ക് കളറിൽ തിക്കായിട്ട് നല്ല ഷൈനിങ്ങോടുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കെരാറ്റിൻ പാക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നമുക്ക് മുടി ഷാമ്പു ഇട്ട ആ ഒരു ഇതുമില്ല, പക്ഷെ മുടി നല്ല ഭംഗിയായിട്ട് നമ്മൾ എന്തോ മുടിയിൽ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതുപോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ കെരാറ്റിൻ പാക്കൊക്കെ ചെയ്തവരൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പാക്ക്, ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തുടക്കം മുതൽ എൻഡ് വരെ തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ.
അപ്പൊ ഞാനിതാ സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ തേക്കണം നിർബന്ധമാണ് കേട്ടോ. ഞാൻ എല്ലാ പാക്കും സ്കാൽപ്പിൽ തേക്കാനല്ലേ പറയാം. അപ്പൊ നിങ്ങൾ ഇത് സ്കാൽപ്പിലും തേക്കണം, മുടിയിലും തേക്കണം. മുടിയിൽ തേച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു ടെക്സ്ചറിൽ വ്യത്യാസം വരുള്ളൂ. അപ്പൊ തുടക്കം മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നമ്മുടെ മുടിയിൽ അവിടെ തേച്ചത് അങ്ങോട്ട് അറിയില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലേക്ക് അത് ഡ്രൈ ആവും. പിന്നെ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം ഒക്കെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. മുട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈനെസ് ഉണ്ടാവുന്നല്ല, മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. ഇങ്ങനെ പാക്ക് ഇങ്ങനെ ഉണങ്ങി പിടിച്ച പോലെയാവും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തണ്ട. ഒരു 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുന്ന സമയത്ത് ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഗ് വൈറ്റ് ആയതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കഴുകുന്ന ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കഴുകി ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ മുടി കഴുകി ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമ്മുടെ മുടിയിൽ ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ മുടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിരിക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ, ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഉണങ്ങിക്കോളുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, മുടി നല്ല രീതിയിൽ ബൗൺസി ആയിട്ടുണ്ട്. നേരത്തെ കണ്ടതിലും വെച്ച് മുടി ബൗൺസി ആയിട്ടുണ്ട്, ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ അലോവേറയൊക്കെ ചേർത്ത കാരണമാണ് നമ്മുടെ മുടിക്ക് ആ ഒരു ഷൈനിങ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മുട്ട ചേർക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് ആ ഒരു ബൗൺസി ഫീല് കിട്ടുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് രാവിലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങളുടെ മുടിക്ക് ഉള്ളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഉള്ളു വന്നൊരു ഫീൽ ആയിരിക്കും കേട്ടോ. ഉള്ളു വെക്കുന്നല്ല, നമ്മുടെ മുടിയൊക്കെ നല്ലൊരു ഡബിൾ ആയതുപോലെയുള്ള ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് പ്രോട്ടീൻ പാക്ക് ആണ്. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പാക്ക് ആണ് ഇത്. അപ്പോൾ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റോടെ ചോദിച്ചാൽ മതിട്ടോ, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.